ഇതെന്ത് പുസ്തകം? ഇത്രയും വലിയ പുസ്തകം ഇതെന്താണ്? കൈകൊണ്ട് എഴുതി പൂർത്തീകരിക്കണം എന്നുള്ളത്. എല്ലാവരും ഇങ്ങനെ ഒരു വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് എഴുതിയവരുണ്ട്. ഈ എഴുതിയ ഓരോ കുടുംബങ്ങൾക്കും ഇതുപോലെ ഓരോ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇത് സാധാരണ കടയിൽ പോകുമ്പോൾ നമുക്കിത് കിട്ടില്ല. എന്നിട്ട് വേണ്ട ഇവിടെ ഒരു ഡോട്ടഡ് ഇതുകൊണ്ട് ലൈൻ ഇടാൻ വേണ്ടിയിട്ട് ഈ പേപ്പർ അവിടെ നിന്ന്. പക്ഷെ ഇത് എഴുതുന്നത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഈ ഇതിന്റെ ഫുൾ ഷെഡ്യൂളിങ്ങും സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് ഈ ബൈബിളിന്റെ ഈ ബൈൻഡിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥ സാധാരണ ബൈബിൾ പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്നപ്പം ഇതാണ് നിങ്ങൾ മനസ്സിൽ കണ്ടത്? എന്താണ് നിങ്ങൾ മനസ്സിൽ കണ്ടത്? ഈ ബൈബിളാണോ നിങ്ങളെ സന്ധ്യപ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും വായിക്കുന്നത്? അതാ വേറൊരു ബൈബിളാണ്? ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി അതൊരു ഭയങ്കര അവർക്ക് അത്ഭുതം എന്ന് പറഞ്ഞാണ്. ഞങ്ങളുടെ സഭ CSI വെള്ളാപ്പള്ളി അനീഷ് സെബാസ്റ്റ്യൻ അച്ഛൻ്റെ ചിന്തയിൽ ഉണർന്ന ഒരു കാര്യമാണ് ജൂബിലി വർഷത്തിൽ ഇത് പൂർത്തീകരിക്കുന്നത്. ഹലോ, എൻ്റെ പേര് അനിൽ രാജ്. ഇതെൻ്റെ പപ്പയും മമ്മിയും. എന്നിട്ട് ക്യാമറ പിടിക്കുന്നത് അരുൺ, എൻ്റെ ബ്രദറും. കൂടെ സഹായത്തിന് ബ്രദറിൻ്റെ വൈഫ് റോഷ്നിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് എൻ്റെ പപ്പയും മമ്മിയാണ്. പപ്പ ഗോപാലകൃഷ്ണൻ, മമ്മി രാജ. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒരു ഫ്രണ്ടിലൊരു പുസ്തകം ഇരിക്കുകയാണ്. ഈ പ്രത്യേകത കാരണമാണ് നമ്മളിപ്പം ഇവരെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ചോദിക്കാം, ഇതെന്ത് പുസ്തകമാണ്? ഇത്രയും വലിയ പുസ്തകം ഇതെന്തൊന്നാണ്? ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകത്തിൻ്റെ ഒരു കൈയെഴുത്ത് പതിപ്പാണ്. കൈയെഴുത്ത് പതിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ CSI വെള്ളാപ്പള്ളി സഭയിൽ 2024 ഒക്ടോബർ 29 മുതൽ 2025 ഒക്ടോബർ 29 വരെ സഭയുടെ സിൽവർ ജൂബിലി ആയിട്ട് ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ ഈ സിൽവർ ജൂബിലിയിൽ ഞങ്ങളുടെ ഇവിടുത്തെ സഭാ ശുശ്രൂഷകൻ റവറൻഡ് അനീഷ് സെബാസ്റ്റ്യൻ അച്ഛനാണ്. അച്ഛൻ്റെ തന്നെ ഒരു നിർദ്ദേശപ്രകാരം അച്ഛൻ ആലോചിച്ചെടുത്ത ഒരു സ്കീമാണ്. അതായത് ഈ ഒരു വർഷം കൊണ്ട് 25 പ്രോഗ്രാം ഈ സഭയിൽ സിൽവർ ജൂബിലിയുടെ ആഘോഷമായിട്ട് നടത്തണമെന്നുള്ളത്. അപ്പോൾ അതിൽ മുഖ്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ഒരു വേദപുസ്തകം എന്നുള്ള നിലയ്ക്ക് കൈകൊണ്ട് എഴുതി പൂർത്തീകരിക്കണം എന്നുള്ളത്. അപ്പം സഭാ ശുശ്രൂഷകന്റെ ഒരു ഐഡിയ ആണ്. അപ്പം ഇത് നിങ്ങൾ രണ്ടുപേരും ഒത്തെഴുതിയതാണ്? അമ്മി, ഇത് നിങ്ങൾ രണ്ടുപേരും ഒത്തെഴുതിയതാണ്? ഞാൻ പുതിയ നിയമത്തിന്റെ കുറച്ച് ഭാഗം എഴുതി. അപ്പോഴത്തേക്ക് പപ്പ പഴയ നിയമം എഴുതി. പഴയ നിയമത്തിന്റെ ഭാഗം ഞാൻ എഴുതി തുടങ്ങി. എന്നിട്ട് ഇത് ഒരാൾ എഴുതി അവിടെ നിന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് കണ്ടിന്യൂ ചെയ്ത് എഴുതലെന്ന് പറഞ്ഞാൽ അത് അത്ര പ്രാക്ടിക്കബിൾ അല്ല. അതെനിക്കൊന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഈ രണ്ടുപേരും കൂടെ ഒരേ ചാപ്റ്റർ തന്നെ എഴുതാൻ ശ്രമിച്ചാൽ എന്തോന്നാണ് പറ്റാൻ? ഒരേ ചാപ്റ്റർ തന്നെ എഴുതാൻ ശ്രമിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എഴുതി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ ഒരു പർട്ടിക്കുലർ വേഴ്സ് വരെ ഞാൻ എഴുതി നിർത്തിയിട്ട് പിന്നെ എനിക്കൊരു ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ആൾ തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക് എടുത്തതിന് ശേഷം ആ ഭാഗം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ആളിന് എഴുതാം. പക്ഷെ നമുക്ക് അങ്ങനെ ബ്രേക്ക് എടുത്ത് എഴുതാനായിട്ട് ഈ ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരേ സമയത്ത് ചിലപ്പോൾ രണ്ടുപേർക്കും എഴുതാൻ സമയം എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ തന്നെ തീരുമാനിച്ച ഒരു കാര്യമാണ് പുതിയ നിയമത്തിൽ സാധാരണയായിട്ട് പഴയ നിയമത്തിൽ പേജ് നമ്പറിങ് തീർന്നതിന് ശേഷം പുതിയ നിയമത്തിൽ പേജ് നമ്പറിങ് തുടങ്ങാം. മിക്കവാറും ബൈബിളിൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. പുതിയ ബൈബിള് വൈഫ് എഴുതി തുടങ്ങി, പഴയ ബൈബിള് ഞാൻ എഴുതി തുടങ്ങി. മമ്മി, ഇതുപോലെയാണ് ബാക്കി വീടുകളിലൊക്കെ നടന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ കുറേ എഴുതും, മറ്റേ കുറേ എഴുതും, അങ്ങനെയൊക്കെയാണ്? എല്ലാവരും ഇങ്ങനെ ഒരു വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് എഴുതിയവരുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് വീട്ടില് അവരുടെ അമ്മ എഴുതി ബാക്കി വെക്കുന്നത് മക്കൾ നിർത്തുമ്പോ മക്കൾ എഴുതും. മക്കൾ എഴുതി തുടങ്ങി കഴിയുന്ന അതിന്റെ ബാക്കി, കാരണം അമ്മയ്ക്ക് വീട്ടു ജോലികളും മറ്റുമൊക്കെ കാണുമല്ലോ. അപ്പൊ അങ്ങനെ എഴുതിയവരും ഉണ്ട്. പിന്നെ പലരും ഒറ്റയ്ക്ക് എഴുതി. എന്റെ അനിയത്തി ആരും സഹായത്തിനില്ല, ഒരാൾ എഴുതി. ഇതില് എത്ര കുടുംബങ്ങളാണ് ആദ്യം തുടങ്ങിക്കൊണ്ടായിരുന്നത്? തുടങ്ങിയപ്പോ ഇതില് 30 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാരും 30 കുടുംബങ്ങൾ തീർത്ത? 30 കുടുംബങ്ങൾ എഴുതി തീർത്തില്ല. അവസാനം 16 കുടുംബങ്ങൾ മാത്രമാണ് എഴുതി തീർക്കാൻ സാധിച്ചത്. ബാക്കി ഇതില് ഒരു 4-5 കുടുംബം ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അവര് ഡ്രോപ്പായി.
എല്ലാവർക്കും ഇതുപോലെ ഒരു ബൈബിള് പ്രിന്റ് ചെയ്ത് അവരെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. ഇത് ബൈൻഡ് ചെയ്തെടുത്തത്, നമ്മൾ എഴുതിയത് ബൈൻഡ് ചെയ്ത് എടുക്കുന്നത്. അത് തന്നെ എല്ലാവരും. സോ ഇതാണ് നമ്മുടെ ബൈബിള്. നമുക്കൊന്ന് രണ്ട് പേജസ് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം തുടക്കത്തുള്ള പേജസ് ഈ സാധാരണ ബൈബിളിലുള്ളതുപോലെ തന്നെ കുറെ empty പേജസ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ട് ഞാനിതിലൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് നമുക്ക് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റ് എന്തോന്നാണ് ഈ പറയണത്? ഈ സർട്ടിഫിക്കറ്റിൽ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സഭാ ശുശ്രൂഷൻ ഈ എഴുതിയ ഓരോ കുടുംബങ്ങൾക്കും ഇതുപോലെ ഓരോ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ജൂബിലി ഇയറിൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് സ്വന്തം കൈകൊണ്ട് ഓരോ കുടുംബം വേറെ വേറെ ആയിട്ട് ബൈബിള് എഴുതി പൂർത്തീകരിച്ചു എന്നും പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് അച്ഛൻ ഇഷ്യൂ ചെയ്തതാണ്. അപ്പം അതിനുവേണ്ടി ഇനി അറിയേണ്ട ഒന്ന് രണ്ട് നിങ്ങളെ എക്സ്പീരിയൻസിന് മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഈ പേപ്പർ എവിടെ നിന്ന് കിട്ടി? ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഈ രണ്ട് സൈഡ് വര ഇട്ടിട്ട് നടുക്കൊരു ലൈനുള്ള ഒരു പേപ്പറാണ്. ഇത് സാധാരണ കടയിൽ പോകുമ്പോൾ നമുക്കിത് കിട്ടില്ല. എന്നിട്ട് ഇവിടെ ഒരു ഡോട്ടഡ് ഇതുകൊണ്ട് ലൈൻ ഇടാൻ വേണ്ടിയിട്ട്. ഈ പേപ്പർ എവിടെ നിന്ന് കിട്ടി? ഈ പേപ്പർ ഇതെങ്ങനെ എഴുതി തുടങ്ങാം, എങ്ങനെ ഇതിൻ്റെ പേപ്പർ സെറ്റ് കൊടുക്കാം എന്ന് ഞാനും അച്ഛനും വേറെ സഭാ സെക്രട്ടറി ചേർന്ന് ആലോചിച്ചു. അപ്പോൾ ആലോചിച്ച സമയത്ത് ഞാനിങ്ങനെ ഞാൻ കമ്പ്യൂട്ടറിൽ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, സഭയിലെ പള്ളിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഞാനിതിൻ്റെ ഈ A4 സൈസിൽ ഇങ്ങനെ ലൈൻ കൊടുത്തു. ഇങ്ങനെ നടുക്കൊരു ലൈൻ കൊടുത്തിട്ട് സ്പേസ് എത്ര സ്പേസ് വേണം, ഇടത്തും വലത്തും എത്ര സ്പേസ് വേണം, മുകളിൽ ഇത് പേജിനും പുസ്തകത്തിൻ്റെ പേര്, ഇടതുവശത്ത് ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷിൽ, വലതുവശത്ത് മലയാളത്തിൽ, ഇങ്ങനെ പുസ്തകത്തിൻ്റെ പേരും പിന്നെ നടുക്ക് പേര് നമ്പരും വരത്തക്ക വിധത്തിൽ ബൈബിളിൽ എങ്ങനെ എഴുതിയിട്ടുണ്ടോ ആ രീതിയിൽ എഴുതത്തക്ക വിധത്തിൽ ഒരു പേപ്പർ സെറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇത് അപ്രൂവ് ആക്കിയതിനു ശേഷം പ്രസ്സിൽ കൊടുത്ത് നിങ്ങൾ ഈ പറയണെന്ന് പറഞ്ഞാൽ ഇവിടെ ഡോട്ടഡ് ലൈൻസ് ഉണ്ട്, ഡോട്ടഡ് ലൈൻ ഉണ്ട്. അത് എന്നിട്ട് ഈ ലൈൻ ലാംഗ്വേജ് പുസ്തകത്തിന്റെ പേര് എഴുതാനാണ് മുകളിൽ ഡോട്ടഡ് ലൈൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഡിസൈൻ ചെയ്ത് ഞാനാണ്. എന്നിട്ട് ഡിസൈൻ ചെയ്ത് അച്ഛൻ്റെ കൊടുത്ത് അപ്രൂവ് ചെയ്തതിന് ശേഷം പ്രസ്സിൽ കൊടുത്ത് ഇത് പ്രിന്റ് ചെയ്യിച്ച് സപ്ലൈ ചെയ്യിക്കാനായിട്ടൊക്കെ സൺഡേ സ്കൂൾ സെക്രട്ടറി ഏർപ്പെടാറുണ്ട്. അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് ഇത് ഈ എഴുത്തൊക്കെ നടത്തിയത്. പ്രസ്സിൽ നിന്ന് ഈ ഇതുപോലെ ബൾക്കായിട്ട് ഈ ഓരോ കൊയറായിട്ട് പേപ്പർ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരും. അത് ഈ പേര് കൊടുത്തിട്ടുള്ള എല്ലാവർക്കും പേപ്പർ പള്ളിയിൽ വെച്ച് സപ്ലൈ ചെയ്യും. അപ്പൊ ഈ ഇങ്ങനത്തെ വരാനുള്ള പേപ്പർ പ്രിന്റ് ചെയ്ത് പ്രസ്സിൽ നിന്ന് കിട്ടും, നിങ്ങൾ ഇതിലിടും. നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ രണ്ടുപേരുമാണ് എഴുതിയെങ്കിൽ ഈ പുസ്തകത്തിന്റെ പകർപ്പ് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് എഴുതിയെങ്കിൽ ഇതിൽ പിറകെ കുറച്ച് ആൾക്കാർ കുറെ പേരുടെ പ്രയത്നമുണ്ട്. സൺഡേ സ്കൂളിലെ പിള്ളേരും സെക്രട്ടറിയും അച്ഛനും പള്ളിയിലെ സെക്രട്ടറി അങ്ങനെ വേറെ പലരും. അപ്പൊ ഇനി കുറച്ച് എനിക്ക് അറിയേണ്ടത് മമ്മിയോട് ചോദിക്കട്ടെ. കുറച്ച് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ മമ്മിക്ക് ഈ വീട്ടുജോലിയും ബാക്കി തിരക്കുകളുടെ ഇടയിൽ ഇതിനു വേണ്ടി എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ സമയം കണ്ടു? പക്ഷെ ഇത് എഴുതുന്നത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണ്. എഴുതിയത് കൊണ്ട് ചിലർക്ക് മൊത്തം വായിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു പ്രത്യേക ഒരു പ്രചോദനം, എന്തോ ഒരു സന്തോഷം എഴുതാൻ. നിങ്ങൾ ഇതുപോലെ 10 മാസം സ്പെൻഡ് ചെയ്ത് എഴുതിയായിരുന്നു? ഇല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് അത് തുടക്കത്തിൽ പപ്പ കുറച്ച് ഇംഗ്ലീഷ് എഴുതി. അപ്പൊ അതിങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് മലയാളം എഴുതണേണ് നല്ലത് എന്ന് പറഞ്ഞ് അപ്പൊ അത് കുറച്ച് പോയി. പിന്നെ പപ്പ മലയാളം എഴുതി ഉൽപ്പത്തി. അപ്പൊ ഞാൻ അവരുടെ ഒപ്പമൊന്നും തീരില്ല. കാരണം ഓരോ മാസത്തിലും എഴുതി ഇത് പൂർത്തിയാക്കിയവർക്ക് അവിടെ ഞായറാഴ്ച അവിടെ നിന്ന് ചെറിയ ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെ പള്ളിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രോത്സാഹനം വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പലരും ഞങ്ങളൊന്നും ഒരുക്കി എത്തിയിട്ടില്ല. കാരണം നമ്മള് ലാസ്റ്റ് ഇത് ബൈബിള് പൂർത്തീകരിച്ചപ്പോ മാത്രമേ എത്തിയുള്ളൂ. അല്ലാത്തപ്പോ എല്ലാം നമ്മള് ബാക്കിലായിരുന്നു. അങ്ങനെ ടാർഗറ്റ് പൂർത്തീകരിച്ച് പ്രൈസ് വാങ്ങാൻ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ പലരും എല്ലാ ഫസ്റ്റ് സൺഡേയിലും അച്ഛൻ്റെ ചെറിയ ഗിഫ്റ്റുകൾ വാങ്ങുമായിരുന്നു. അപ്പൊ പിന്നെ ഈ വീട്ടുജോലിയുടെ ഇടയിൽ തന്നെ എഴുതി
എഴുതിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും അത് എഴുതി അവരവിടെ നിന്ന് ഇടും എഴുതാൻ വേണ്ടിയിട്ട്. അത് അന്ന് കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തെന്ന് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അച്ഛനിട്ട് കൊടുക്കണം. ഒരാഴ്ചത്തത് പൂർത്തിയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ അറിയുന്നത് തീർത്തിട്ടുണ്ട്. അതിലാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്രൈസ്. അവർക്ക് എഴുതി പൂർത്തിയാക്കിയവർക്ക് കിട്ടണം. ഈ പേജ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് പേജിന്റെ ഫോട്ടോ കൂടെ എടുത്ത് വാട്സാപ്പിൽ ഇട്ടു. അപ്പൊ ഇനി പറയോ ഈ ഇതിന്റെ ഫുൾ ഷെഡ്യൂളിങ്ങും സംഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 10 മാസത്തിൽ തീർക്കണമെന്നായിരുന്നു ഇത്? അതാ ഒരു വർഷം എടുക്കണുണ്ടോ? 10 മാസത്തിൽ തീർക്കത്തക്ക വിധത്തില്. അപ്പം ഫുൾ ബൈബിളിനെ അവർ 10 ഡിവൈഡ് ചെയ്ത് അങ്ങനെയാണോ ചെയ്തത്? അതാണ് 320 ദിവസം കൊണ്ട് തീർക്കത്തക്ക വിധത്തില് ഡിവൈഡ് ചെയ്ത് അച്ഛൻ സൺഡേ സ്കൂൾ സെക്രട്ടറി ഏർപ്പാട് ചെയ്ത്. സെക്രട്ടറി കുറച്ച് ഇതിന്റെ പുറത്ത് സെക്രട്ടറിയുടെ കുറച്ച് വർക്കുണ്ട് ഇതിന്റെ ഈ ഡേ ബൈ ഡേ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് അച്ഛൻ അതിനെ ഓരോ ഒരു മാസത്തിന്റെ ഷെഡ്യൂൾ ഒരുമിച്ച് ഡേ ബൈ ഡേ ഒരു ഡേറ്റിൽ എത്ര തീർക്കണമെന്നുള്ളതായിരുന്നു അതിന്റെ ഷെഡ്യൂൾ ഇതിൽ പ്രസിദ്ധീകരിച്ച് വാട്സപ്പിൽ പ്രസിദ്ധീകരിച്ചു. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മാസം എടുത്തിട്ടുണ്ട്? പട്ടക്കുന്നല്ല, രണ്ടുപേർക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് 10 മാസത്തിലധികം എടുത്തു? കുറച്ചെടുത്തു? അധികം എടുത്തില്ല. 10 മാസം ഈ ലാസ്റ്റ് ടാർഗറ്റ് ഡേറ്റിന്റെ മുമ്പേ എഴുതി തീർത്ത് പിന്നെ ബൈൻഡിങ്ങിന് വേണ്ടി ഫസ്റ്റ് ബാച്ചിൽ തന്നെ കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഈ പപ്പയ്ക്ക് ഇതിന് വേണ്ടി നിങ്ങൾ എങ്ങനെ സമയം എടുത്തു? ഇപ്പൊ മമ്മിയുടെ നമ്മൾ ചോദിച്ചു, മമ്മി എങ്ങനെയാണ് ഇതിന് വേണ്ടി സമയം കണ്ടെത്തിയെന്ന്. ഓരോ ദിവസം എത്ര മണിക്കൂറാണ് ഇതിന് വേണ്ടി ചെലവഴിച്ചത്? എന്നിട്ട് നിങ്ങൾ 2-3 മണിക്കൂറൊക്കെ അധികം. ഒരു ദിവസം 3 മണിക്കൂർ എടുക്കും. അങ്ങനെ ഏകദേശം 10 മാസം ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. അതെ. അപ്പൊ ആ സമയം എവിടെ നിന്നാണ് നിങ്ങൾക്ക്? ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം, അതായത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇത് തുടങ്ങിയപ്പോയത് എങ്ങനെയെങ്കിലും ഈ ടാർഗറ്റ് അനുസരിച്ച് തീർക്കണം എന്നുള്ളതിൽ ബാക്കി അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പണികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിലോട്ട് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതിന് കുറച്ച്, അതായത് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്തത് കൊണ്ട് മറ്റു പല കാര്യങ്ങളിലും അതനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാൻ സാധിച്ചു. അപ്പം ഈ ബൈബിളിന്റെ ഈ ബൈൻഡിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥ സാധാരണ ബൈബിൾ പോലെയാണ് ഇരിക്കുന്നത്. സാധാരണ ബൈബിൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഇങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഈ സൈഡിലുള്ള ഈ ഗോൾഡ് ഇതുമൊക്കെ സാധാരണ ഇതുപോലെയാണ്. നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്നപ്പം ഇതാണ് നിങ്ങൾ മനസ്സിൽ കണ്ടത്? എന്തോന്നാണ് നിങ്ങൾ മനസ്സിൽ കണ്ടത്? ഇത് തീരുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കും നിങ്ങൾ മനസ്സിലെന്തോന്നാണ് കണ്ടത്? ഇത്ര ഇതാവുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ എഴുതുന്ന ഒരു സാധനം എന്നാ വിചാരിച്ചു, ഒരു പുസ്തകം കിട്ടും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ കണ്ടപ്പോഴത്തേക്ക് എന്താ പറയണ, ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം, നമ്മൾ ഈ 2020 ഇവിടെ ഈ കോവിഡ് തുടങ്ങിയപ്പം പള്ളിയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് അജിനാസ് അച്ഛനായിരുന്നു ഇവിടുത്തെ സഭാ ശുശ്രൂഷ. അപ്പോൾ അദ്ദേഹം കോവിഡ് വെഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ബൈബിൾ എല്ലാവരും ചേർന്ന് ബൈബിൾ എഴുതത്തക്ക ഒരു പ്രോജക്റ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ റൈറ്റേഴ്സിന്, അതായത് എഴുതാൻ ആരൊക്കെ തയ്യാറെടുക്കുമോ അവർക്ക് പ്രത്യേകം പോർഷൻ വീതിച്ചു കൊടുത്തു. അപ്പോൾ അതില് അനിൽ എഴുതിയിട്ടുണ്ട്, അപ്പൊ എല്ലാവരും ചേർന്ന് എഴുതിയത്. ഓവറോൾ ഇതിന് മുമ്പ് ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ 66 പേര് ചേർന്ന് 66 പുസ്തകം എഴുതി. അങ്ങനെ എഴുതി പൂർത്തീകരിച്ചു. പള്ളിയിൽ അത് രണ്ട് ബുക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പഴയ നിയമം പുതിയ നിയമം രണ്ട് വേറെ ബുക്കായിട്ട് അത് ബൈൻഡ് ചെയ്ത് പള്ളിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് പള്ളിയിലിരിക്കുകയാണ്. അപ്പൊ അതുപോലത്തെ ഒരു സാധനം ഇത്രയും നല്ലതായിട്ട് ഇതിപ്പം ഇതൊരു ദൈവിക സംഭവമാണ്. ഇത് നിങ്ങളെ വീട്ടിലിരിക്കുമ്പം എന്തോന്നാണ് ആ ഒരു ഫീൽ? മമ്മി അത് ഈ പഴയ നിയമത്തില് ഇതിന്റെ പെട്ടകം ഇരുന്ന ഒരു ഇതുണ്ടല്ലോ, ദാവീദിന്റെ, അതുപോലെ നമ്മൾ എഴുതിയ ഒരു സംഭവം ഇരിക്കണം എന്നുള്ള ഒരു സന്തോഷമുണ്ട്. നമ്മള് കുടുംബമായിട്ട് തന്നെ എഴുതിയ ഒരു പുസ്തകം വളരെ വ്യത്യസ്തമായിട്ടുള്ള അതിന് ഒരു പ്രത്യേക ഒരു പ്രൈഡാണ് നമ്മൾ ചിന്തിക്കും. ഇനി വേറെ കുസൃതി ചോദ്യമാണ്. നിങ്ങൾ എഴുതിയോ? മമ്മിയോട് ചോദിക്കുകയാണ്.
ഈ ബൈബിളാണോ നിങ്ങളെ സന്ധ്യപ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും വായിക്കുന്നത്? അതാ വേറൊരു ബൈബിളാണ് എനിക്കിതെടുക്കാൻ അല്പം ഭാരമുള്ളതുകൊണ്ട് ഞാൻ സ്വയം ഉപയോഗിക്കുന്ന എന്റെ വേറെ മാത്രമല്ല, ഡെയിലി പുറക്കുമ്പോൾ ചിലപ്പോ ഇതിന്റെ പേജസ് ഒക്കെ ഇളകി അങ്ങ് പോകും. ഞാൻ എന്റെ ബൈബിളാണ്. പിന്നെ അതുപോലെ അതില് ഓരോ വാക്യങ്ങളോ ചില ബുക്കുകൾ അധ്യായങ്ങളൊക്കെ എവിടെ കിടക്കുന്നത് നോക്കി നോക്കണ കാരണം അതറിയാം. മറിക്കാനുള്ള എളുപ്പം. അപ്പൊ നമ്മളിനി പതുക്കെ ഈ ഇന്റർവ്യൂ തീർക്കാൻ പോയാണ്. എനിക്ക് മമ്മിയുടെ ഒരു ഫേവറേറ്റ് നിങ്ങൾ എഴുതിയ നിങ്ങളെ കൈ കൊണ്ട് എഴുതിയ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യം അത് നോക്കി അത് ഏതാണെന്ന് ആദ്യം പറയണം, ഏത് ഭാഗമാണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് വായിക്കും. അതിനാണ് മമ്മിയുടെ ഹാൻഡ് റൈറ്റിംഗ് കൂടെ, അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു കൂടുതൽ എഴുതാൻ ശ്രമിക്കാത്തത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യമാണ് മമ്മിയുടെ ഫേവറേറ്റ്. എന്നിട്ട് മമ്മിക്ക് അത് എഴുതാൻ പറ്റി. ഇനി നമുക്ക് പപ്പേരയിലോട്ട് കിടക്കാം. പപ്പേരെ ഫേവറേറ്റ് എന്താണ്? എന്നിട്ട് പപ്പയ്ക്ക് അത് എഴുതാൻ പറ്റിയോ? പേരേതാണ്? യെശയ്യാവ് 9:6. അതായത് ഇത് എങ്ങനെ ഫേവററ്റ് ആയെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കരോളിന് പോകുമ്പോൾ കരോളിൽ ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഒരു ബൈബിളിൻ്റെ ഒരു വാക്യം വിളിച്ചു പറയും. അവിടെ വിളിച്ചു പറയുന്നത് ഞാനാണ്. ഈ വാക്യമാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ അവിടെ വിളിച്ചു പറയാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്യം. അതായത് യെശയ്യാവ് 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പം ഈ ഒരു വാക്യം, ഇത് പഴയ നിയമം, ഈ വാക്യവും കൂടെ ഉൾപ്പെട്ട പഴയ നിയമം മുഴുവനായിട്ടും എഴുതിയത് ഞാൻ തന്നെ. അപ്പോൾ അങ്ങനെ ഈ വാക്യം എനിക്ക് ഒത്തിരി നല്ല ഫേവററ്റാണ്. ഇനിയിപ്പോൾ ഇത് കാണുന്നു, നമ്മളെ ഈ വീഡിയോ കാണുന്നു, ചിലപ്പം വേറെ ആൾക്കാർക്കും, വേറെ കുടുംബങ്ങൾക്കോ വേറെ സഭയ്ക്കോ ഇതുപോലെയൊക്കെ ബൈബിൾ എഴുതുന്നു ചിലപ്പം തോന്നും. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾക്ക് എന്താണെന്നാണ് പറയാനുള്ളത്? അതിൻ്റെ ഒരു ഇതെന്ന് പറയണത്, ഇതിന്ന് എന്തോന്നാലും നല്ലത്, എന്തോന്ന് എളുപ്പമായി, എവിടെ നിങ്ങൾക്ക് പറ്റിയില്ല, അപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നവരെ ഇങ്ങനെ ചെയ്യും, നമ്മളിങ്ങനെ ചെയ്തു പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസമായിരുന്നു, നിങ്ങളിങ്ങനെ ചെയ്യും. അപ്പം എന്തെങ്കിലും ആൾക്കാർക്കിലൂടെ പറയാനുണ്ടോ ഇനി ഇതുപോലത്തെ സംരംഭങ്ങൾ വേറെ ആരെങ്കിലും തുടങ്ങാൻ ശ്രമിക്കും? ഒന്നാമത് ഇത് എഴുതി വീടുകളിൽ ഇരിക്കുന്ന കണ്ടിട്ട് എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ തന്നെ ഒരാൾ വന്ന് ഗൾഫിലിരുന്ന ഒരു പയ്യനാണ്. മോൻ്റെ കൂട്ടുകാരൻ വന്ന് കണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി. അതൊരു ഭയങ്കര അവർക്ക് അത്ഭുതമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ. അതും അനിയത്തി ഒറ്റയ്ക്കാണ് എഴുതിയത്, അവരെടുത്തോണ്ട് പോയി. അപ്പൊ ഇനി അതുപോലെ അപ്പൊ അവര് പറഞ്ഞ് നമുക്ക് എഴുതണം എന്ന് പറഞ്ഞ്, ഇനി അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ അവർ ഓരോ ദിവസത്തിൽ എത്ര വാക്യം എഴുതിയാൽ തീർക്കുമെന്ന് ആദ്യം ഇതുപോലെ ഒന്ന് കണക്ക് നോക്കി വെച്ചിട്ട് അത് എഴുതാൻ തുടങ്ങി കഴിഞ്ഞു ദൈവം കൊണ്ടെത്തിക്കും. ഞാനും വിചാരിക്കുന്നത് ഇത് തന്നെ, നമുക്ക് ആദ്യം ഒരു തീരുമാനമാണ്, ഇത്ര നാൾ കൊണ്ട് ഞാൻ എഴുതി തീർക്കും എന്നുള്ളത്. അപ്പോൾ മുമ്പ് ഒക്കെ ഈ ബൈബിള് വായിച്ച് തീർക്കുന്ന ഒരു ടാർഗറ്റ് വെച്ച് വായിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ എത്ര മാസം കൊണ്ട് ഒരു ബൈബിള് മുഴുവനായിട്ട് വായിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വായിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതും നമ്മൾ എഴുതണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും എഴുതാൻ സാധിക്കും. നമ്മുടെ ഓൺ ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് എഴുതിയ ഒരു പുസ്തകം, ഒരു വേദപുസ്തകം നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ അനുഗ്രഹമാണ്. പിന്നെ നമ്മുടെ തലമുറയ്ക്ക് മക്കള്, അവരുടെ മക്കള് തന്നെ നമ്മുടെ നമ്മുടെ കാലശേഷം കഴിഞ്ഞ് ഇപ്പം മോൻ്റെ കൊച്ചു തന്നെ അപ്പച്ചനും അമ്മച്ചിയും എഴുതിയെന്ന് അവർക്ക് പിന്നെ, കാരണം ഇത് ഇവിടെ വച്ചിരിക്കേണ്ട ഒരു സാധനമാണല്ലേ. അപ്പൊ അത് നല്ല കാര്യം ബൈബിളെന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിടികിട്ടി. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി വരും തലമുറയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രചോദനം വരികയാണെങ്കിൽ
എന്ത് ചെയ്യണം നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ തുടങ്ങിക്കും ദൈവം തീർക്കും എന്നാണ് ഈ പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്റർവ്യൂ തീർന്നതിന് മുന്നേ എനിക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. ഇത് നിങ്ങൾ ഏത് പള്ളിയിലാണോ, എന്നിട്ട് ഈ നിങ്ങൾ പറഞ്ഞല്ലോ പള്ളിയിലെ അച്ഛനാണ് ഇതിൻ്റെ ഐഡിയ തന്നത്. അപ്പം ജസ്റ്റ് അതും കൂടെ നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ ഇന്റർവ്യൂ നിർത്താം. ഞങ്ങളുടെ സഭ CSI വെള്ളാപ്പള്ളിയിലെ സഭാ ശുശ്രൂഷനായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് അനീഷ് സെബാസ്റ്റ്യൻ അച്ഛനാണ്. അനീഷ് സെബാസ്റ്റ്യൻ അച്ഛൻ്റെ തന്നെ ഒരു ചിന്തയിൽ ഉണർന്ന ഒരു കാര്യമാണ് ഈ ജൂബിലി വർഷത്തിൽ ഇത് പൂർത്തീകരിക്കണമെന്നുള്ളത്. ഓരോ കുടുംബത്തിനും അങ്ങനെ പൂർത്തീകരിക്കണമെന്നുള്ള ജൂബിലി വർഷത്തിൻ്റെ ജൂബിലി പ്രോഗ്രാമിൻ്റെ ഒരു പ്രോജക്റ്റായിട്ടാണ് ഇത് തുടങ്ങിയത്. സെക്രട്ടറിയും വേറെ ആൾക്കാരൊക്കെ ആരൊക്കെയായിരുന്നു? സഭാ സെക്രട്ടറി ആയിരുന്നത് R. ദേവരാജ് സഭാ സെക്രട്ടറിയാണ്. പിന്നെ ആ സമയത്ത് സൺഡേ സ്കൂൾ സെക്രട്ടറി ആയിരുന്നത് റീന ജാസ്മിൻ. അപ്പോൾ എല്ലാവരും പ്രിന്റ് ചെയ്യാൻ സ്റ്റിജിൻ ദേവരാജ് പ്രിന്റ് ചെയ്യിക്കാനും ഇതിൻ്റെ പുറകിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരുടെ കൂടെ പ്രവർത്തനം ഇതിൻ്റെ പുറകിലുണ്ട്, സഹായം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഞാൻ അനിൽ, ഇതെൻ്റെ പപ്പയും മമ്മിയും ഗോപാലകൃഷ്ണൻ രാജൻ, ക്യാമറയ്ക്ക് പുറകിലിരിക്കുന്നുണ്ട് അരുൺ രാജ്. എന്നിട്ട് നമുക്ക് ബാക്കി എല്ലാത്തിനും സഹായം തന്നത് അരുൺ രാജിൻ്റെ വൈഫ് റോഷ്നി. നന്ദി.